അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയുടെയും നൂറുൽ ഇസ്ലാം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് ഓപ്പൺ ഫോറം ചോദ്യോത്തര സദസ്സും വോളിബോൾ മാച്ചും സംഘടിപ്പിച്ചു. അതായത് ഇസ്ലാമിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തൗഹീദാണല്ലോ. അതായത് ഏകദൈവാരാധന, പരിപൂർണമായ തൗഹീദ് അല്ലെങ്കിൽ വൺനെസ്, ഏകദൈവ സിദ്ധാന്തം. യാതൊരു രീതിയിലുള്ള എന്താ പറയുക ഇമേജസും ദൈവത്തിനെ അട്രിബ്യൂട്ട് ചെയ്യാത്ത, അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പറയും എന്താണ് മോണോത്തിസ്റ്റിക് ആയിട്ടുള്ള മതങ്ങളുണ്ട്. നമുക്കറിയാം സിഖിസം ഉണ്ട്, അതുപോലെ തന്നെ ജൂഡായിസം ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഊന്നൽ നൽകുന്ന ഒരു മതം ഇസ്ലാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ഇസ്ലാമിൽ എന്താ പറയാ ഇമേജ് വേർഷിപ്പ് അല്ലെങ്കിൽ ഐഡൽ വേർഷിപ്പിന്റെ ഒരു രൂപമാണ് എന്നുള്ള രീതിയിൽ ചോദിക്കപ്പെടാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഹജറുൽ അസ്വദ്, നമ്മൾ ആ കറുത്ത കല്ലിനെ നമ്മൾ ചുംബിക്കുന്നത് എന്തിനാണ്, അതുപോലെ തന്നെ ഈ കഅബയെ നമ്മൾ വലയം ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ എന്താണ് വിശ്വാസങ്ങൾ എന്നുള്ളതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെട്ടിട്ടുണ്ട്. അവിടെ എവിടെയും തന്നെ ഇത് ഒരു ആരാധനാ പാത്രമാണ് എന്ന് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അത് കഅബ ആയിക്കൊള്ളട്ടെ, അല്ല ആ ബ്ലാക്ക് സ്റ്റോൺ ആയിട്ടില്ല, അതിനൊന്നും തന്നെ ഒരു ഡിവിനിറ്റിയും ഇല്ല, ദിവ്യത്വം ഇല്ല. അല്ലെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ എന്തോ ഒരു പ്രഭാവം അതിലുണ്ട് എന്നോ, അതല്ലെങ്കിൽ ദൈവത്തിന്റെ എന്തോ ഒരു അംശം അതിലുണ്ട് എന്നോ, അല്ലെങ്കിൽ അത് പൂജിക്കപ്പെടേണ്ടതാണ് എന്നോ ഒന്നും തന്നെ അതിനെപ്പറ്റി പറയുന്നില്ല. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയുടെയും നൂറുൽ ഇസ്ലാം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് ഓപ്പൺ ഫോറം ചോദ്യോത്തര സദസ്സും വോളിബോൾ മാച്ചും സംഘടിപ്പിച്ചു. ലൈറ്റ് ഓഫ് ഇസ്ലാം എഡിറ്റർ മൗലവി ഹുസാം, കേരള അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് എം റിഷാദ് അഹമ്മദ്, തൃശൂർ പാലക്കാട് ജില്ലാ യുവജന സംഘടനാ പ്രസിഡന്റ് ആതിഫ് അഹമ്മദ് എന്നിവർ സമകാലിക ലോകത്ത് ഇസ്ലാമിക മൂല്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും യുവതലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. പരിപാടിയിൽ ആധുനിക ലോകത്ത് യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളും ആത്മീയ ഉന്നമനത്തിനുള്ള മാർഗങ്ങൾ എന്നീ നിലയിലുള്ള വിവിധ ചോദ്യങ്ങൾക്ക് താഹിർ അഹമ്മദ് വയനാട്, മൗലവി സൗദ് അഹമ്മദ്, മൗലവി മുഹമ്മദ് സലീം അലനല്ലൂർ, മൗലവി ഗുലാം അഹമ്മദ് ആളൂർ, മൗലവി നൌഷാദ് അഹമ്മദ്, മൗലവി ഫസൽ അഹമ്മദ് എന്നിവർ ചോദ്യോത്തരങ്ങൾക്കുള്ള മറുപടി നൽകി. മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ ദൈവത്തിന്റെ സെർട്ടനിറ്റി അല്ലെങ്കിൽ ദൃഢത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത്. അത് എപ്രകാരമാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വിഷസർപ്പം ഒരു മാളത്തിലുണ്ടെന്ന തീർച്ചയായിട്ടുള്ള ഒരു ബോധ്യമുള്ള ഒരാൾ ആ വിഷസർപ്പമുള്ള മാളത്തിൽ കൈയിടുകയും അത് കടിക്കുന്നത് കാരണത്താൽ താൻ വധിക്കപ്പെടുമെന്നുള്ള ദൃഢവിശ്വാസമുള്ളത് പോലെ ഒരു വിഷപദാർത്ഥം അടങ്ങിയ ഭക്ഷണ പദാർത്ഥം താൻ ഭക്ഷിക്കുകയാണെങ്കിൽ താൻ വധിക്കപ്പെടുകയും താൻ മരണപ്പെടുമെന്നുള്ള ദൃഢവിശ്വാസമുള്ളത് പോലെ ഈ ലോകത്ത് നാം ചെയ്യുന്ന നന്മകൾക്ക് തത്തുല്യമായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നും ഈ ലോകത്ത് നാം ചെയ്യുന്ന തിന്മകൾക്ക് തത്തുല്യമായിട്ടുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുമെന്നുള്ള ദൃഢവിശ്വാസം മനുഷ്യരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതങ്ങൾ സ്ഥാപിതമായിട്ടുള്ള എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഇത് വെറും ആർഗ്യുമെന്റ്സിലൂടെയോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിലൂടെയോ അല്ലെങ്കിൽ കെട്ടുകഥകളിലൂടെയോ അല്ലെങ്കിൽ നിയർ സ്റ്റോറീസിലൂടെയോ ഈ സെർട്ടനിറ്റി ഒരിക്കലും സ്ഥാപിതമാവുകയില്ല. അതിനുവേണ്ടി മുസ്ലിം 3 കാറ്റഗറീസ്, ഇതിനെ 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ സെർട്ടനിറ്റി അല്ലെങ്കിൽ ഈ ദൃഢത നമുക്ക് എപ്രകാരം കൈവരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് കോൺവേഴ്സ് വിത്ത് ഗോഡാണ്, അതായത് ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ, ഡ്രീം ആവാം, റെവലേഷൻ ആവാം, വെളിപാടുകളാവാം, അത്തരത്തിൽ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ബൈ സീയിങ് എക്സ്ട്രാ ഓർഡിനറി സയൻസ്, അസാധാരണമായ അടയാളങ്ങളിലൂടെ നമുക്ക് ഈ ദൃഢത കൈവരിക്കാം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇൻ കമ്മിങ് വിത്ത് ദോസ് ഹു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, അതായത് ഇത് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക്. ന്യൂസ് ഡെസ്ക് CCV.